അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും അങ്ങനെ ഒരു മാങ്ങ കഥയുമായി എത്തിയിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാങ്ങ കണ്ടോ, ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് കണ്ടത് ഈ കക്ഷീനെ. ഞാൻ കടയിൽ ചെന്നപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു കുഞ്ഞൻ മാങ്ങ നീണ്ടിരിക്കണു. അപ്പോൾ ഞാൻ കടക്കാരനോട് ചോദിച്ചപ്പോൾ ആളതിൻ്റെ പേര് പറഞ്ഞു. സോറി, നിർഭാഗ്യവശാൽ ഞാൻ ആ പേര് മറന്നുപോയി. സംഭവം ഈ രണ്ട് മാങ്ങകളുടെ വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഇതൊന്നും ഉരുണ്ട് ശരിക്കും ആ മാംഗോ ഷേപ്പും ഇതിങ്ങനെ ഒരു നീണ്ടുമാണ് ഇരിക്കണേ. അപ്പോൾ ആൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഞാനൊരു നാല് പീസേ എടുത്തുള്ളൂ. കാരണം എങ്ങനെയാണ് ടേസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും കുഞ്ഞൻ മാങ്ങ നീണ്ട് കാണുന്നത്. അപ്പോൾ ടേസ്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഒരു 4 പീസ് എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് റൂമിൽ വന്ന് ഇതൊക്കെ നമ്മൾ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ്, തൊലിയോടുകൂടി ഞാൻ മാങ്ങ കഴിക്കാറില്ല കേട്ടോ. തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് മാങ്ങ കഴിച്ചു നോക്കിയപ്പം സത്യം പറയല്ല, എനിക്കെന്തൊരു പ്രത്യേകതരം ടേസ്റ്റ് പോലെയാണ് തോന്നിയേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൽക്കണ്ടം അല്ലല്ലോ, അതിനെന്തൊരു പേര് പറയും, കൽക്കണ്ടം അല്ല, കൽക്കണ്ടം പോലത്തെ ഒരു തരം സംഭവമില്ലേ, അതിട്ട് അത് പഞ്ചസാര ഒഴിച്ച് ഒരു വെജിറ്റബിൾ ആണ് അത്. പഞ്ചസാരയുടെ ലായനി ഒഴിച്ച് കട്ടയാക്കി നമ്മൾ കഴിക്കില്ലേ, അത് അത് വായിലിട്ട് ഇങ്ങനെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി. വെറൈറ്റി ആയിരുന്നു. നമ്മുടെ സാധാരണ മാങ്ങ പോലെയല്ല. ഇതിന്റെ പേരെന്തോ ഒരു പ്രത്യേകതരം പേരാട്ടോ. അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവര്, ഇത് കണ്ടിട്ടുള്ളവര്, വീട്ടിലുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് പേരറിയായിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് പറയണം കേട്ടോ. ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ, എനിക്കൊന്നൊരു 1.5 ദിവസം കൊണ്ട് ആ മാങ്ങ 4 തന്നെ തീർത്തു. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും കട ചെന്നപ്പോൾ അന്ന് സൺഡേ ആയിരുന്നു, അതുകൊണ്ട് കട ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ പോകാനൊട്ട് സമയവും കിട്ടിയില്ല. മാങ്ങ പൂളി മുമ്പിൽ വെച്ചിട്ട് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും കക്ഷി എണീക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കിന്ന് ഇവളുടെ റിവ്യൂ ഒന്ന് നോക്കിയാലോ, മാങ്കോടെ. വാട്ടർ ചെയ്ത് കുഴപ്പമില്ല, ഇത് കൊള്ളാം. അതിനെന്തൊരു എന്തോ ഒരു തരം പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതെന്നത് പറയാൻ കിട്ടുന്നില്ല. അത് നമ്മുടെ സാധാരണ ഓക്കെ.